നമ്മുടെ ഭൂമിക്ക് ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുണ്ടായിരുന്നെങ്കിലോ? ഈ സാങ്കല്പിക ഭൂമിയുടെ ഏതെങ്കിലും ഒരൊറ്റ ഭൂഖണ്ഡത്തിന്റെ വലിപ്പം ഇന്നത്തെ ഭൂമിയിലെ സകല ഭൂഖണ്ഡങ്ങളുടെയും മൊത്തം വലിപ്പത്തിനേക്കാൾ കൂടുതലായിരിക്കും. സമുദ്രങ്ങൾ ശരിക്കും അനന്തമായിട്ട് തന്നെ തോന്നും. ഈ സമുദ്രങ്ങളിലൂടെ വർഷങ്ങളോളം സഞ്ചരിച്ചാലും ഒരൊറ്റ കരഭാഗം പോലും ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഒരു മനുഷ്യൻ തന്റെ ആയുസ് മുഴുവൻ യാത്ര ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചാലും ഈ സാങ്കല്പിക ഭൂമിയുടെ 1% പോലും കണ്ടു തീർക്കാൻ പറ്റില്ല. അത്രയും വിശാലമായ ഒരു ലോകം. പല ലക്ഷം കോടി മനുഷ്യർക്ക് ഈ ലോകത്തിൽ സമൃദ്ധമായി ജീവിക്കാം. ഒരൊറ്റ മനുഷ്യവർഗത്തിന് പകരം ഇവിടെ പല തരത്തിലുള്ള മനുഷ്യവർഗങ്ങൾ പരിണമിച്ചേനെ. ഒരു വർഗം മറ്റൊന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അന്യഗ്രഹ ജീവികളെ പോലെ ആയിരിക്കും അവർ പരസ്പരം കാണുന്നത്. മൃഗങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെ. അവ ഒരുപാട് കൂടുതൽ വൈവിധ്യമായി പരിണമിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു ഭൂമി ആത്യന്തികമായി സ്കൈഫൈ സ്വർഗം പോലെ തോന്നും. പക്ഷെ യാഥാർത്ഥ്യം നേരെ വിപരീതമാണ്. ഈ ലോകം ശരിക്കും ഭയാനകമായിരിക്കും. മനുഷ്യന്റെ എല്ലുകളെ പോലും സെക്കൻഡുകൾ കൊണ്ട് ഉരുക്കി കളയുന്ന മാരകമായ അന്തരീക്ഷവും പർവ്വതങ്ങളെ വരെ ഞെരിച്ചമർത്തി പരത്തി കളയുന്ന തീവ്രമായ ഗ്രാവിറ്റിയും തിളച്ചു മറിയുന്ന ചൂട് ഐസ് കൊണ്ട് നിറഞ്ഞ സമുദ്രങ്ങളുമൊക്കെയുള്ള നരക തുല്യമായ ഒരു ലോകം. അപ്പോൾ ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുള്ള ഭൂമി യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമി ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആണ്. ഖരരൂപത്തിൽ, അതായത് സോളിഡ് ആയിട്ടുള്ള ഉപരിതലമുള്ള ഗ്രഹങ്ങളെയാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഭൂമിക്ക് ഏകദേശം 12,756 കിലോമീറ്റർ വ്യാസമുണ്ട്. എന്നാൽ ജൂപ്പിറ്ററിന്റെ വ്യാസം എന്നത് ഏതാണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ ആണ്. എന്നുവെച്ചാൽ ഭൂമിയുടെ 11 മടങ്ങിൽ കൂടുതൽ വലിപ്പം. ഭൂമിയുടെ 318 മടങ്ങ് ഭാരവും ഭൂമിയെ പോലത്തെ 1300 ഗ്രഹങ്ങളെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തിയും ജൂപ്പിറ്ററിനുണ്ട്. യഥാർത്ഥത്തിൽ സൂര്യനെയും ജൂപ്പിറ്ററിനെയും ഉൾപ്പെടുത്താതെ സൗരയൂഥത്തിലെ ബാക്കി മൊത്തം വസ്തുക്കളുടെ മാസ് കണക്കുകൂട്ടി നോക്കിയാൽ, അതായത് ബാക്കിയുള്ള ഗ്രഹങ്ങളും സകല ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അങ്ങനെ എല്ലാത്തിന്റെയും മൊത്തം മാസിന്റെ 2.5 മടങ്ങോളം മാസ് ജൂപ്പിറ്ററിന് മാത്രമുണ്ട്. അപ്പോൾ ജൂപ്പിറ്റർ എന്നത് എത്രമാത്രം ഭീമാകാരമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിക്കും ഇത്രയും വലിപ്പമുണ്ടായിരുന്നെങ്കിൽ ഭൂമിയുടെയും സൗരയൂഥത്തിന്റെയും അവസ്ഥ എന്താകുമായിരുന്നു? ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അതിവിശാലമായ ഈ സാങ്കല്പിക ഭൂമി സ്വർഗതുല്യമായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ ശരിക്കും ഇങ്ങനൊരു ഗ്രഹത്തിന് ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. നിലനിൽക്കാൻ കഴിയില്ല എന്നതിലുപരി ഇങ്ങനൊരു ഗ്രഹത്തിന് ഒരിക്കലും രൂപം കൊള്ളാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെന്നാൽ പുതുതായി രൂപം കൊള്ളുന്ന നക്ഷത്രങ്ങൾക്ക് ചുറ്റും വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ കൊണ്ട് നിർമ്മിതമായ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് എന്നൊരു ഘടനയുണ്ടായിരിക്കും. ഈ ഡിസ്കിൽ നിന്നുമാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും അങ്ങനെ ഒരു നക്ഷത്ര വ്യൂഹത്തിലെ ബാക്കി സകലവും രൂപം കൊള്ളുന്നത്. ഡിസ്കിൽ നിന്നും കൂടുതൽ പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് രൂപം കൊള്ളുന്ന ഗ്രഹത്തിന്റെ മാസം കൂടിക്കൊണ്ടിരിക്കും. മാസ് കൂടുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഗ്രാവിറ്റിയും കൂടും. അതോടൊപ്പം ഇതിന്റെയൊക്കെ അനന്തരഫലമായി ഗ്രഹത്തിന്റെ വലിപ്പവും കൂടുന്നുണ്ടായിരിക്കും. നമ്മുടെ സൗരയൂഥം രൂപം കൊള്ളുന്ന സമയം ഭൂമി ഇതുപോലെ കൂടുതൽ പദാർത്ഥങ്ങളെ വലിച്ചെടുത്തിരുന്നെങ്കിൽ ഭൂമിക്കും കൂടുതൽ വലിപ്പം വെച്ച് ഒരു സൂപ്പർ എർത്ത് ഗ്രഹമാകാൻ സാധിക്കുമായിരുന്നു. ഭൂമിയേക്കാൾ വലിപ്പമുള്ള ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനെയാണ് സൂപ്പർ എർത്ത് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ പലയിടത്തും ഇതുപോലത്തെ സൂപ്പർ എർത്ത് ഗ്രഹങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പേരിൽ എർത്ത് എന്നുണ്ടെങ്കിലും ഈ ഗ്രഹങ്ങൾ ശരിക്കും ഭൂമിയെ പോലെ ആയിരിക്കണമെന്നില്ല. അതിനെക്കുറിച്ച് ഓൾറെഡി പണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിസ്കിൽ നിന്നും ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ വലിച്ചെടുക്കുന്നതിലൂടെയാണ് ഗ്രഹങ്ങൾ വലിപ്പം വയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുള്ള ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റിന് രൂപം കൊള്ളാൻ സാധിക്കേണ്ടതാണ്. പക്ഷേ അത്രയും വലിപ്പമുള്ള ഒരു സൂപ്പർ എർത്തിനെ പോലും ഇന്നേ വരെ പ്രപഞ്ചത്തിൽ ഒരിടത്തും നമ്മൾ കണ്ടിട്ടില്ല. അതിന് കൃത്യമായ ഒരു കാരണവുമുണ്ട്. ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്ന രീതി നോക്കുമ്പോൾ അത് പൂർണ്ണമായും അസാധ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തെന്നാൽ ഒരു പുതിയ ഗ്രഹം രൂപം കൊള്ളുന്ന സമയം അതിന്റെ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നും ആദ്യം അത് പാറകളും ലോഹങ്ങളും പോലെയുള്ള കനം കൂടിയ പദാർത്ഥങ്ങളെ ആയിരിക്കും വലിച്ചെടുക്കുന്നത്. വാതകങ്ങളെയും വലിച്ചെടുക്കും. പക്ഷേ വാതകങ്ങളെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഗ്രാവിറ്റി ആദ്യം ഈ ഗ്രഹത്തിനുണ്ടായിരിക്കില്ല. അതിനാൽ വാതകങ്ങളെ വലിച്ചെടുത്താലും ഈ വാതകങ്ങളിൽ ഭൂരിപക്ഷവും നിസ്സാരമായിട്ട് തന്നെ ഗ്രഹത്തിൽ നിന്നും എസ്കേപ്പ് ആകും. എന്നാൽ ഈ ഗ്രഹം ഏതാണ്ട് ഭൂമിയുടെ 10 മുതൽ 15 മടങ്ങോളം വരെ മാസ് എത്തുമ്പോഴേക്കും പിന്നെ അതിന്റെ ഗ്രാവിറ്റി ചുറ്റുമുള്ള തീരെ കനം കുറഞ്ഞ പദാർത്ഥങ്ങളെ പോലും വൻതോതിൽ വലിച്ചെടുക്കാൻ തക്ക വിധത്തിൽ ശക്തമാകും. അതായത് പിന്നെ അത് വാതകങ്ങളെ കൂടെ വലിച്ചെടുക്കാൻ തുടങ്ങും. സാധാരണഗതിയിൽ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളുടെ മൊത്തം മാസിൽ ഏകദേശം 99% യഥാർത്ഥത്തിൽ വാതകങ്ങളായിരിക്കും. വാതകങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായും ഹൈഡ്രജനും ഹീലിയവും.
അതുകൊണ്ട് തന്നെ വാതകങ്ങളെ വലിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം വൈകാതെ തന്നെ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലെ ബഹുഭൂരിപക്ഷം പദാർത്ഥങ്ങളെയും ഈ ഗ്രഹം വലിച്ചെടുക്കും. അങ്ങനെ ഇതൊരു വലിയ വാതക ഭീമൻ ഗ്രഹമായി മാറും. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു നക്ഷത്ര വ്യൂഹത്തിൽ ആദ്യമായി രൂപം കൊള്ളാൻ തുടങ്ങുന്ന ഗ്രഹമായിരിക്കും ആ വ്യൂഹത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായി മാറുന്നത്. പൊതുവെ എല്ലാ നക്ഷത്ര വ്യൂഹങ്ങളിലും അതിലെ ഏറ്റവും വലിയ ഗ്രഹം ഒരു വാതക ലോകവുമായിരിക്കും. ഈ വാതക ഭീമൻ ഗ്രഹം രൂപം കൊണ്ട ശേഷം അവശേഷിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നുമായിരിക്കും ആ നക്ഷത്ര വ്യൂഹത്തിലെ ബാക്കിയുള്ള ചെറിയ വാതക ലോകങ്ങൾ ഉണ്ടാകുന്നത്. അതും കഴിഞ്ഞ് അവശേഷിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നുമായിരിക്കും ആ നക്ഷത്ര വ്യൂഹത്തിൽ ഭൂമിയെ പോലത്തെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് രൂപം കൊള്ളുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സൗരയൂഥത്തിന്റെ ചരിത്രവും. ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ ഗ്രഹം രൂപം കൊള്ളുന്ന സമയം ഒരു പരിധിയിൽ കൂടുതൽ മാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് വാതകങ്ങളെയും കൂടെ വലിച്ചെടുക്കുന്നത് കാരണം അത് വാതക ലോകമായി മാറും. അതിനാൽ സ്വാഭാവികമായ രീതിയിൽ ജൂപ്പിറ്ററിന്റെ അത്ര വലിയൊരു ടെറസ്ട്രിയൽ പ്ലാനറ്റിന് രൂപം കൊള്ളാൻ പറ്റില്ല. സ്വാഭാവികമായ രീതിയിലാണെങ്കിൽ ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റിന് കൈവരിക്കാൻ കഴിയുന്ന പരമാവധി വലിപ്പം എന്നത് ഭൂമിയുടെ വെറും 1.5 മടങ്ങ് വലിപ്പം മാത്രമാണ്. പക്ഷേ ഭൂമിയുടെ 3 മടങ്ങിൽ കൂടുതൽ വലിപ്പമുള്ള ഗ്രഹങ്ങളെ പോലും കണ്ടെത്തിയിട്ടുള്ള വാർത്തകൾ പല തവണ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്റെ ചില വീഡിയോസിലും അവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ചിത്തോണിയൻ പ്ലാനറ്റ്സ് ആണ്. അതായത് വലിയ വാതക ഭീമൻ ഗ്രഹങ്ങളുടെ അവശേഷിക്കുന്ന ഖരരൂപത്തിലുള്ള കോർ ഭാഗങ്ങൾ, അല്ലാതെ ശരിക്കുമുള്ള ടെറസ്ട്രിയൽ ഗ്രഹങ്ങളല്ല. എന്തായാലും വാതകങ്ങൾക്ക് പകരം പൂർണ്ണമായും പാറകളും ലോഹങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്ക് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഈ ഡിസ്കിൽ നിന്നും തീർച്ചയായും ജൂപ്പിറ്ററിന്റെ അത്ര വലിയൊരു ടെറസ്ട്രിയൽ ഗ്രഹം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അപ്പോഴും ഇത് അസാധ്യമാണ്. എന്തെന്നാൽ ഗ്രഹങ്ങൾക്ക് വലിപ്പം വയ്ക്കുന്നതിൽ ഭൗതികമായ ഒരു പരിധിയുണ്ട്. ഗ്രാവിറ്റേഷണൽ സെൽഫ് കംപ്രഷൻ ആണ് അതിന്റെ കാരണം. അതായത് ഒരു ഗ്രഹത്തിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആദ്യം അതിന്റെ വലിപ്പവും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ ഗ്രാവിറ്റിയും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് ഗ്രഹത്തിന്റെ ഉള്ളിലെ ഓരോ ലെയറും കൂടുതൽ ശക്തമായി ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വസ്തുവിന്റെ സ്വന്തം ഗ്രാവിറ്റി കാരണം അതിന്റെ തന്നെ പദാർത്ഥങ്ങൾ ഞെരിഞ്ഞമർന്ന് ആ വസ്തു സ്വയം ചുരുങ്ങുന്നതിനെയാണ് ഗ്രാവിറ്റേഷണൽ സെൽഫ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് കാരണം മാസ് കൂടുന്നതിനനുസരിച്ച് അതേ അനുപാതത്തിൽ അതിന്റെ വലിപ്പവും കൂടില്ല. എന്തെന്നാൽ അധികമായിട്ട് ലഭിച്ച മാസ് കാരണം ഗ്രഹത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അതേ സമയം തന്നെ ഗ്രഹം മൊത്തം ശകലം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഈ ചുരുങ്ങുന്ന നിരക്ക് ചെറുതായിരിക്കും. ഉദാഹരണത്തിന് ആദ്യം ഗ്രഹം 1000 കിലോഗ്രാം ഭാരം നേടുമ്പോൾ 100 സെന്റിമീറ്റർ വലിപ്പം കൂടും. അതേസമയം അത് കംപ്രസ് ആകുന്നത് വെറും 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഗ്രഹത്തിന്റെ വലിപ്പം യഥാർത്ഥത്തിൽ 90 സെന്റിമീറ്റർ കൂടി. എന്നാൽ മാസ് ഒരുപാട് കൂടുതലായ ശേഷം 1000 കിലോഗ്രാം ഭാരം നേടുമ്പോൾ 100 സെന്റിമീറ്റർ വലിപ്പം കൂടിയാലും തീവ്രമായ ഗ്രാവിറ്റി കാരണം 90 സെന്റിമീറ്റർ കംപ്രസ് ആകും. അപ്പോൾ ഗ്രഹത്തിന്റെ വലിപ്പം വെറും 10 സെന്റിമീറ്റർ മാത്രമേ കൂടുകയുള്ളൂ. ഒടുവിൽ ഒരു പരിധിയിൽ കൂടുതൽ മാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ മാസ് കൂട്ടിക്കൊണ്ടിരുന്നാലും അതിന്റെ വലിപ്പം 1 മില്ലിമീറ്റർ പോലും കൂടില്ല. പകരം സാന്ദ്രത മാത്രമേ കൂടുകയുള്ളൂ. അതായത് 100 സെന്റിമീറ്റർ വലിപ്പം കൂടുമ്പോൾ അതേസമയം തന്നെ 100 സെന്റിമീറ്റർ ചുരുങ്ങുകയും ചെയ്യും. ഇത് എല്ലാ ഗ്രഹങ്ങൾക്കും ബാധകമാണ്. ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെ ഈ ഭൗതിക പരിധി എന്നത് ഭൂമിയുടെ വെറും 3.5 മടങ്ങ് വലിപ്പം മാത്രമാണ്. ഭൂമിയുടെ ഏതാണ്ട് 100 മുതൽ 300 മടങ്ങ് വരെ മാസ് എത്തുമ്പോഴാണ് ഒരു ടെറസ്ട്രിയൽ പ്ലാനറ്റിന്റെ വലിപ്പം അതിന്റെ ഭൗതിക പരിധിയിലെത്തുന്നത്. അതിൽ കൂടുതൽ എത്ര മാസ് നൽകിയാലും പിന്നെ അതിന്റെ വലിപ്പം ഒരിക്കലും കൂടില്ല. വീണ്ടും മാസ് നൽകിക്കൊണ്ടിരുന്നാൽ ഏതാണ്ട് ഭൂമിയുടെ 300 മടങ്ങ് മാസ് കഴിയുന്നതും പിന്നെ ഗ്രാവിറ്റേഷണൽ സെൽഫ് കംപ്രഷൻ കാരണം വലിപ്പം കൂടുന്നതിനേക്കാൾ കൂടുതൽ നിരക്കിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കും. അതായത് പിന്നെ ആ ഗ്രഹത്തിന്റെ വലിപ്പം കുറയാൻ തുടങ്ങും. ഒടുവിൽ ഏതാണ്ട് ഭൂമിയുടെ 1000 മടങ്ങ് മാസ് എത്തുമ്പോൾ ഈ ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി അതിതീവ്രമായി മാറും. ഈ ഗ്രാവിറ്റിയുടെ ശക്തിയിൽ ഇതിന്റെ കോറിലെ ആറ്റങ്ങൾക്ക് പോലും നിലനിൽക്കാൻ സാധിക്കില്ല. ആറ്റങ്ങളിലെ ഇലക്ട്രോൺസ് ഒക്കെ നഷ്ടമാവുകയും അവ ഒഴുകി നടക്കുകയും ചെയ്യും. ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ മാത്രമേ ബാക്കി കാണൂ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. വീണ്ടും കൂടുതൽ മാസ് നൽകിക്കൊണ്ടിരുന്നാൽ അവസാനം ഇതൊരു ബ്ലാക്ക് ഹോൾ ആവുകയും ചെയ്യും. എന്തായാലും ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിന്റെ വലിപ്പത്തിന്റെ പരമാവധി ലിമിറ്റ് എന്നത് ഭൂമിയുടെ വെറും 3.5 മടങ്ങാണെങ്കിൽ പിന്നെ വാതക ഭീമൻ ഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് കൂടുതൽ വലിപ്പം വയ്ക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ വാതകങ്ങളെ കംപ്രസ് ചെയ്യുമ്പോൾ അത് വൻതോതിൽ ചൂടും തെർമൽ പ്രഷറും ഉണ്ടാക്കും. ഈ സമ്മർദ്ദം കംപ്രഷന് വിപരീതമായി പ്രവർത്തിക്കും. ഇത് കാരണം വാതക ഭീമൻ ഗ്രഹങ്ങൾക്ക് ടെറസ്ട്രിയൽ ഗ്രഹങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ വലിപ്പം വയ്ക്കാൻ കഴിയും. എന്നിരുന്നാലും അവയ്ക്കും ഒരു ലിമിറ്റ് ഉണ്ട്.
വാതക ഗ്രഹങ്ങൾക്ക് പരമാവധി ജൂപ്പിറ്ററിന്റെ 1.2 മടങ്ങ് വരെ മാത്രമേ വലിപ്പം വയ്ക്കാൻ കഴിയൂ. ജൂപ്പിറ്ററിന്റെ 3 മടങ്ങോളം മാസ് ലഭിക്കുമ്പോഴാണ് ഇത്രയും വലിപ്പം വയ്ക്കുന്നത്. 3 മടങ്ങിൽ കൂടുതൽ എത്ര മാസ് കൂടിയാലും വാതക ഗ്രഹങ്ങൾക്ക് ജൂപ്പിറ്ററിന്റെ 1.2 മടങ്ങിൽ കൂടുതൽ വലിപ്പം വയ്ക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും മാസ് നൽകിക്കൊണ്ടിരുന്നാൽ ഇതിന്റെയും വലിപ്പം കുറയാൻ തുടങ്ങും. ഏതാണ്ട് ജൂപ്പിറ്ററിന്റെ 13 മടങ്ങ് മാസ് എത്തുമ്പോൾ ഇതൊരു ബ്രൗൺ ഡ്വാർഫ് ആകും. വീണ്ടും മാസ് നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 80 മടങ്ങ് മാസ് കഴിയുമ്പോൾ ഇതൊരു റെഡ് ഡ്വാർഫ് നക്ഷത്രമാകും. വീണ്ടും മാസ് നൽകിക്കൊണ്ടിരുന്നാൽ ഇതൊരു ബ്ലൂ ലുമിനസ് നക്ഷത്രമാകും. പിന്നെയും മാസ് നൽകിയാൽ അവസാനം ഇതിന് സൂപ്പർനോവ സംഭവിച്ച് ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറും. എന്തായാലും ജൂപ്പിറ്ററിന്റെ 2 മടങ്ങിൽ കൂടുതൽ വലിപ്പമുള്ള ചില എക്സോ പ്ലാനറ്റ്സിനെ പോലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രത്തിന്റെ വളരെ സമീപം നിൽക്കുന്നവയായിരിക്കും. ഈ നക്ഷത്രത്തിന്റെ തീവ്രമായ റേഡിയേഷനും ടൈഡൽ ഫ്രിക്ഷനും കാരണം ഈ വാതക ഭീമൻ ഗ്രഹത്തിന്റെ ഉള്ളിൽ വളരെ തീവ്രമായ തെർമൽ എനർജി ഉണ്ടാകും. ഈ എനർജി കാരണം ഗ്രഹത്തിന്റെ ഏറ്റവും പുറത്തുള്ള പാളികളൊക്കെ വീർത്തുകയറും. അതുകൊണ്ടാണ് ഇവ ജൂപ്പിറ്ററിന്റെ 2 മടങ്ങിൽ കൂടുതൽ വലിപ്പത്തിൽ കാണപ്പെടുന്നത്. ഇതേ ഗ്രഹങ്ങളെ തന്നെ അവയുടെ നക്ഷത്രത്തിൽ നിന്നും അകലെയാക്കിയാൽ ഇവയുടെ അന്തരീക്ഷം മുഴുവൻ തണുക്കുകയും അനന്തരഫലമായി അവയെല്ലാം ജൂപ്പിറ്ററിന്റെ 1 മുതൽ 1.2 മടങ്ങ് വരെ വലിപ്പമായി ചുരുങ്ങുകയും ചെയ്യും. എന്തായാലും ഏത് രീതിയിൽ നോക്കിയാലും ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുള്ള ഒരു ടെറസ്ട്രിയൽ ഗ്രഹം ഒരിക്കലും പ്രപഞ്ചത്തിൽ നാച്ചുറലി രൂപം കൊള്ളില്ല. ശരിക്കും നമ്മുടെ ഭൂമിക്ക് ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഭൂമി യഥാർത്ഥത്തിൽ ഒരു വാതക ഭീമൻ ഗ്രഹമാകുമായിരുന്നു, അല്ലാതെ ടെറസ്ട്രിയൽ പ്ലാനറ്റ് ആയിരിക്കില്ല. ഈ വാതക ഭീമൻ ഭൂമിയിൽ ഭൂഖണ്ഡങ്ങളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ശരിക്കും ഇന്നത്തെ ജൂപ്പിറ്റർ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഈ സാങ്കല്പിക ഭൂമിയും. പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. പക്ഷേ സൗരയൂഥത്തിന് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചേനെ. ഭൂമി ഇങ്ങനൊരു വാതക ഭീമൻ ഗ്രഹമായിരുന്നെങ്കിൽ നമ്മുടെ സൗരയൂഥം മൊത്തം അടിമുടി മാറും. ഇന്ന് നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് മറ്റു ഗ്രഹങ്ങളിൽ അത്ര കാര്യമായ സ്വാധീനമില്ല. എന്നാൽ ഭീമൻ ഭൂമിയുടെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ വസ്തു ഈ ഭീമൻ ഭൂമിയായിരിക്കും. ഭൂമിയുടെ അയൽവാസികളായ വീനസിന്റെയും മാർസിന്റെയും ഓർബിറ്റുകൾ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം വലിച്ചു നീട്ടപ്പെടും. അനന്തരഫലമായി സൗരയൂഥം രൂപം കൊണ്ട് ചില ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ തന്നെ വീനസും മാർസും ഒന്നുകിൽ സൗരയൂഥത്തിൽ നിന്നും പുറന്തള്ളപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ സൂര്യനിലോ ഭൂമിയിലോ വന്ന് പതിച്ച് നശിക്കുമായിരുന്നു. ഇതിനിടയിൽ ചിലപ്പോൾ മെർക്കുറിയുടെ ഓർബിറ്റും ബാധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റിലെ ദശലക്ഷക്കണക്കിന് ഉൽക്കകളെയെല്ലാം ഈ വാതക ഭൂമി പിടിച്ച് ഉള്ളിലോട്ട് വലിക്കും. അവയെല്ലാം കാലക്രമേണ സൂര്യനിലും ഭൂമിയിലും വന്ന് പതിച്ച് നശിക്കും. ആസ്ട്രോയിഡ് ബെൽറ്റിൽ പിന്നെ അധികം ആസ്ട്രോയിഡ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ആകെ മൊത്തത്തിൽ ഇന്നർ സോളാർ സിസ്റ്റം മുഴുവൻ തകരും. ഔട്ടർ സോളാർ സിസ്റ്റം എത്രത്തോളം ബാധിക്കപ്പെടുമെന്ന് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സ്വാഭാവികമായും ഈ വാതക ഭീമൻ ഭൂമി ആയിരിക്കും ആദ്യം രൂപം കൊണ്ടത്. അപ്പോൾ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിലെ ഭൂരിഭാഗം പദാർത്ഥങ്ങളും ഭീമൻ ഭൂമിയിലായിരിക്കും കുമിഞ്ഞുകൂടുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ജൂപ്പിറ്ററിന് രൂപം കൊള്ളാൻ കഴിയില്ല. അഥവാ രൂപം കൊണ്ടാലും അതൊരുപക്ഷെ ഇന്നത്തെ അത്ര മാസീവ് ആയിരുന്നിരിക്കില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നും അറിയില്ല. എന്തെന്നാൽ ജൂപ്പിറ്ററിനെ പോലെ മാസീവായ ഒന്നിലധികം വാതക ഭീമൻ ഗ്രഹങ്ങളുള്ള നക്ഷത്രവ്യൂഹങ്ങളെ പോലും പ്രപഞ്ചത്തിൽ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭീമൻ ഭൂമി ഉണ്ടായാലും ഒപ്പം ജൂപ്പിറ്ററും ഉണ്ടാകുമായിരുന്നിരിക്കാം. അങ്ങനെ 2 വാതക ഭീമൻ ഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിന്റെ ഔട്ടർ ഭാഗത്തിൽ, അതായത് ജൂപ്പിറ്റർ മുതൽ അകലെയുള്ള ഒന്നും ഭീമൻ ഭൂമി കാരണം ബാധിക്കപ്പെടില്ല. ഈ സാങ്കല്പിക ഭൂമിക്ക് ഇന്നത്തെ നമ്മുടെ ചന്ദ്രൻ ഉണ്ടായിരിക്കില്ല. കാരണം ഏകദേശം മാർസിന്റെ അത്ര വലിപ്പമുള്ള തിയ എന്നൊരു ഗ്രഹം വന്ന് ഭൂമിയിൽ ഇടിച്ചതിന്റെ അനന്തരഫലമായിട്ടാണ് 450 കോടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ചന്ദ്രൻ രൂപം കൊണ്ടത്. പക്ഷേ ഭീമൻ ഭൂമിയിൽ തിയ വന്നിടിച്ചാൽ അതിനെ ഭൂമി പൂർണ്ണമായും വിഴുങ്ങുമായിരുന്നു. അങ്ങനെ ചന്ദ്രനും ഉണ്ടാകില്ല. പക്ഷേ അതിനു പകരം വേറെ നിരവധി മൂൺസ് ഉണ്ടാകുമായിരുന്നു. സൗരയൂഥത്തിലെ വാതക ഭീമൻ ഗ്രഹങ്ങൾക്കെല്ലാം ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. ജൂപ്പിറ്ററിന്റെയും സാറ്റേണിന്റെയും ഒക്കെ ഉപഗ്രഹങ്ങൾ ഭീമാകാരവുമാണ്. അതേപോലെ തന്നെ വാതക ഭീമൻ ഭൂമിക്കും വലിയ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ചിലത് ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും വലിച്ചെടുത്ത കുഞ്ഞൻ ഉപഗ്രഹങ്ങളായിരിക്കും. എന്നാൽ ചിലത് വാതക ഭൂമിക്കൊപ്പം രൂപം കൊണ്ട വലിയ ഉപഗ്രഹങ്ങളുമായിരിക്കും. ഒരുപക്ഷെ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങളുള്ളത് ഭൂമിക്കായിരിക്കും. പക്ഷേ സൗരയൂഥത്തിലെ മറ്റു ഉപഗ്രഹങ്ങളിൽ നിന്നും ഈ സാങ്കല്പിക ഭൂമിയുടെ ഉപഗ്രഹങ്ങൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ടായിരിക്കും. എന്താണെന്നാൽ ഭൂമിയുടെ ഉപഗ്രഹങ്ങളെല്ലാം ഹാബിറ്റബിൾ മേഖലയിലാണ് നിലനിൽക്കുന്നത്. അതിനാൽ ഭൂമിയുടെ ഒട്ടുമിക്ക വലിയ ഉപഗ്രഹങ്ങളിലും ഉപരിതലത്തിൽ ദ്രാവക രൂപത്തിൽ തന്നെ ജലമുണ്ടായിരിക്കും. ഒരുപക്ഷെ ഏറ്റവും വലിയ ഉപഗ്രഹങ്ങൾക്ക് കട്ടിയുള്ള അന്തരീക്ഷവും സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ശരിക്കുമുള്ള ഭൂമിയെ പോലത്തെ ലോകങ്ങൾ.
ഭൂമിക്ക് പകരം ചിലപ്പോൾ ഈ ലോകങ്ങളിലായിരിക്കും ജീവൻ ഉത്ഭവിക്കുന്നത്. കാലക്രമേണ ഈ ലോകങ്ങളിൽ മനുഷ്യരെ പോലെ ഇന്റലിജന്റ് ആയ ജീവികളും ചിലപ്പോൾ പരിണമിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്നത് ആകാശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭയാനകവും ഭീമാകാരവുമായ വെറുമൊരു വാതക ലോകം മാത്രമായിരിക്കും. ഇതുവരെ ഭൗതിക നിയമങ്ങളെ അനുസരിച്ച് മാത്രമാണ് ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുള്ള ഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഭൗതിക ശാസ്ത്ര നിയമങ്ങളെയൊക്കെ പൂർണ്ണമായും മറന്നാലോ? അതായത് ഭൂമി അതിന്റെ സാന്ദ്രതയും ഘടനകളും അവസ്ഥകളും എല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമുള്ള ഗ്രഹമായി മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ജൂപ്പിറ്ററിന്റെ അത്ര വലിപ്പമാണെങ്കിലും ഈ സൈദ്ധാന്തിക ഭൂമിക്ക് ജൂപ്പിറ്ററിന്റെ 4 മടങ്ങിൽ കൂടുതൽ മാസ് ഉണ്ടായിരിക്കും. കാരണം ഭൂമിക്ക് ജൂപ്പിറ്ററിനേക്കാൾ കൂടുതൽ സാന്ദ്രതയുണ്ട്. ഈ ഭൂമിയിലെ ഗ്രാവിറ്റി 11 മടങ്ങോളം കൂടുതൽ ശക്തമായിരിക്കും. ഈ ഗ്രാവിറ്റിയിൽ പർവ്വതങ്ങളൊക്കെ പൂർണ്ണമായും തകർന്നു പോകും. മനുഷ്യൻ നിർമ്മിച്ച സകലവും പപ്പടം പോലെ പൊടിഞ്ഞു വീഴും. മരങ്ങളൊക്കെ ചമ്മന്തി പോലെ ഞെരിഞ്ഞമരും. അങ്ങനെ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ പരന്നതാകും. പുറമേ നോക്കുമ്പോൾ ഭൂമി വളരെ സ്മൂത്തായ ഉപരിതലമുള്ള ഒരു ബോൾ പോലെ തോന്നും. ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകളും വിമാനങ്ങളുമെല്ലാം ഒറ്റ സെക്കൻഡിൽ നിലത്ത് വന്ന് പതിച്ച് സ്റ്റിക്കർ പോലെ പരന്നിരിക്കും. അന്തരീക്ഷ വായു ഏതാണ്ട് ലിക്വിഡ് പോലെയാണെന്ന് തോന്നിക്കും വിധത്തിൽ അന്തരീക്ഷം ഞെരിഞ്ഞമരും. നിങ്ങളുടെ ഭാരം 11 മടങ്ങിൽ കൂടുതലാകും. അതായത് 70 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യന് ഈ സാങ്കല്പിക ഭൂമിയിൽ 770 കിലോഗ്രാമിന് മുകളിൽ ഭാരമുണ്ടായിരിക്കും. പക്ഷെ ആ ഭാരം അളക്കാൻ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. കാരണം തീവ്രമായ ഗ്രാവിറ്റിയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ സകല മനുഷ്യരും ദോശമാവ് പോലെ അടിച്ച് പരത്തപ്പെടും. മനുഷ്യര് മാത്രമല്ല, സകല ജീവിവർഗങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഉറുമ്പുകൾ പോലത്തെ അപൂർവം ചില പ്രാണികൾക്ക് മാത്രമേ ഈ തീവ്രമായ ഗ്രാവിറ്റിയെ അതിജീവിക്കാൻ കഴിയൂ. പിന്നെ സൂക്ഷ്മജീവികൾക്കും അതിജീവിക്കാൻ കഴിയും. ഗ്രാവിറ്റിയുടെ സമ്മർദ്ദത്തിൽ ഭൂമിയുടെ ഉൾഭാഗങ്ങൾ മുഴുവൻ ശക്തമായി കുലുങ്ങും. അത് കാരണം ക്രസ്റ്റ് മുഴുവൻ വലിച്ചു കീറപ്പെടും. ഈ വിള്ളലുകളിലൂടെ ഭയാനകമായ വോൾക്കാനിക് ഇറപ്ഷൻസ് സംഭവിക്കും. അങ്ങനെ ഭൂമിയുടെ ഉപരിതലം മുഴുവൻ പൂർണ്ണമായും ലാവ കൊണ്ട് നിറയും. ഭൂമി മൊത്തത്തിൽ ലാവ കൊണ്ട് നിർമ്മിതമായ ഒരു ചുവന്ന ലോകം പോലെ തോന്നും. ഈ ലാവയുടെ തീവ്രമായ ചൂടിൽ നേരത്തെ ഗ്രാവിറ്റിയെ അതിജീവിച്ച ജീവികൾ പോലും കൊല്ലപ്പെടും. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിൽ പിന്നെ ജീവന്റെ ഒരു തരി പോലും ബാക്കി കാണില്ല. ചന്ദ്രൻ ഭൂമിയിൽ വന്ന് പതിക്കും. ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ ആഘാതത്തിൽ സൂര്യൻ ശക്തമായി ഉലയും. വീനസും മാർസും ഒന്നുകിൽ സൗരയൂഥത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും, അല്ലെങ്കിൽ സൂര്യനിലോ ഭൂമിയിലോ വന്ന് പതിക്കും. ചുരുക്കി പറഞ്ഞാൽ സർവനാശമായിരിക്കും.